പുതിയ വീഡിയോയിലേക്ക്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാരും നല്ല ഹാപ്പി ആയി ഹെൽത്തി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മോശമായിരുന്നു ഗൈസ്. പത്തറ്റിക്കായിരുന്നു ഈ വീക്ക്. വീഡിയോസില് വ്യൂസ് ഒക്കെ യൂട്യൂബിനെ പരമായി നോക്കുമ്പോഴാണ് കേട്ടോ പറയുന്നത്. വ്യൂസ് കുറവായിരുന്നു. അല്ല, ഒരു വീഡിയോ മില്യൺ അടിച്ചിന്. പിന്നെ എല്ലാം നല്ല കുറവായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും നല്ല വ്യൂസ് എല്ലാം ഭയങ്കര കുറവ്. എന്താണെന്ന് അറിയില്ല. നമ്മള് സെയിം സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് എന്താ വെച്ചാല്, നമുക്ക് 6 months ആയി നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളെ പ്രോഗ്രസ്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം പങ്കുവെക്കാനാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതിന് മുന്നേ പറഞ്ഞിട്ടൊന്നും തോന്നല്ലേ നമ്മൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അതൊക്കെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് മറ്റേ ഏതേച്ച സിനിമ ഏതമ്മ ഞാൻ പോയി കണ്ടേ, തുടരുവാ. തുടരും സിനിമയാണ് ഞങ്ങൾക്ക് ഇതിന് പ്രചോദനമായത്. അപ്പൊ യൂട്യൂബ് തുടങ്ങിയപ്പം നമുക്ക് വീട്ടിൽ നിന്നെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ. അച്ഛനായാലും പിന്നെ മുരളിയേട്ടനായാലും പിന്നെ വൈത്തേട്ടനായാലും എല്ലാരും നല്ല സപ്പോർട്ട്. ഇപ്പൊ എന്റെ വീട്ടിലായാലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൗണ്ട് കൂട്ടാൻ വേണ്ടി ആദ്യം നമ്മളിങ്ങനെ പറഞ്ഞാണല്ലോ അറിയിക്കുക. അപ്പൊ വീട്ടുകാരെല്ലാരും എല്ലാ ഫാമിലിയിലത്തവരും നമ്മളെ അരങ്ങത്തേക്ക് വരുന്നില്ലാന്നേ ഉള്ളൂ. അതെന്നുവെച്ചാൽ എല്ലാരും ചോദിക്കുന്ന ആണുങ്ങളില്ലേ. അപ്പം അത് അവര് ബാക്കിലിരുന്ന് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വീഡിയോ ചെയ്യും, അങ്ങനത്തെ വീഡിയോ ചെയ്യും. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴ് പിന്നെ വീഡിയോ സജഷൻസ്, വീഡിയോ എടുത്തുതരാൻ. വീഡിയോ നമ്മൾ മെയിൻലി എടുത്തരുന്നത് നമ്മളെ പാർവതിക്കുട്ടിയാണ്. എന്നാലും പിന്നെയും വൈത്തേട്ടനും പിന്നെ മുരളിയേട്ടനും വീഡിയോ എടുക്കില്ല, മെന്റൽ സപ്പോർട്ട്. എല്ലാരും നല്ല സപ്പോർട്ട്. അച്ഛനാണെങ്കിലും നമ്മളോട് ഇതുവരെ ഒരു ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് നോ അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞില്ല. ഫാമിലിയിൽ ആരും. പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോ അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫാമിലിയിൽ നിന്നല്ല കേട്ടോ, പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാർ കുറെ ഉണ്ട്. എന്തിന് നിങ്ങൾക്ക് ഇതിന്റെ പരിപാടി നിങ്ങൾക്ക് വേണമായിരുന്നു അല്ലെ, അങ്ങനെയെല്ലാം പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു 100ൽ ഒരു 98 നല്ലതായിരുന്നു, 2% മോശമായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആവുമ്പോ നമുക്ക് കുറെ ആദ്യം കമന്റ്സ് കിട്ടുമ്പോ അല്ലേ പ്രശ്നം ഉണ്ടായിന്. പിന്നെ ഇത് ബോട്ട് പുല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെന്റാലിറ്റി വന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എനിക്കൊന്നൊരു 3 months ആവുമ്പോ തന്നെ ഹാഫ് മോണിറ്റൈസേഷൻ ആയിന്. ഒരു ആടാടുന്നുള്ള അല്ലെ ആ വീഡിയോ നല്ല മില്യൺ അടിച്ചു. ആ വീഡിയോയിലാണ് ഞങ്ങള് അറിയപ്പെടാൻ ഏകദേശം 6 million വരെ പോയി. 6 million വരെ പോയി. പിന്നെ നമ്മള് പുറത്തിങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഒരു 6 months എല്ലാം ആൾക്കാര്. അത് എന്നെയല്ല, കൂടുതലായിട്ട് പാറുവിനെയാണ് വെളിയിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത്. പുറത്തധികം പോകുന്നത് ഞാൻ നൈറ്റ് ഇട്ടാ മാത്രമേ മനസ്സിലാവൂ. അമ്മ കല്യാണത്തിന് പോകുമ്പോ അമ്മ പറയണ്ടല്ലേ, അമ്മേനെല്ലായിരിക്കും. ഞാനൊരു ഫംഗ്ഷന് പോയപ്പോ അടുത്തൊരാൾക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ നൈറ്റി ഇട്ടിട്ട് കളിക്കുന്നതുകൊണ്ട് മനസ്സിലായിട്ടില്ല, ചുരിദാർ ഇട്ട് വന്നപ്പോ. നൈറ്റിയാണ് ഞങ്ങളെ ദേശീയ വസ്ത്രം നമ്മളെ ചാനലിന്റെ. ഇപ്പൊ ഫംഗ്ഷന് പോകുമ്പോ പോലും ഞാനിപ്പോ നൈറ്റി ഇട്ട് പോണ്ട അവസ്ഥയായി. നല്ലൊരു എനിക്ക് യൂട്യൂബും കൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഡൗൺഫോൾ ഉണ്ടായെന്ന് വെച്ചാല്, നമുക്ക് ഈ വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. അപ്പൊ ഒന്നാമത് നമ്മളത് വായിച്ചത് കറക്റ്റ് ആയിരുന്നു. നമ്മളെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആട്ടെ, യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്കും അല്ല. പ്രൂഫ് അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് ഇപ്പൊ ID വെരിഫിക്കേഷൻ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പണ്ടെല്ലാം മെയിൽ അയച്ചിട്ടാ, പിൻമെയിൽ അയച്ചിട്ടാ ചെയ്യില്ല. അപ്പൊ നമ്മളത് വേണ്ട ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്ന്. പക്ഷെ അതിന് 3 ചാൻസേ ഉള്ളൂ എന്ന് ഇങ്ങനെ അതിൽ എഴുതിയിട്ടില്ല. ഞങ്ങൾ പിന്നെ വായിച്ചിട്ടാ മനസ്സിലാക്കും. 3 ചാൻസ് ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടായിന്. എന്താ ഈ ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് അവര് പറയുന്ന പോലെ തന്നെ ചെയ്യണം. അത് ചെയ്താതിരിക്കും 3 പ്രാവശ്യം തെറ്റി. അപ്പൊ ചാനൽ ലോക്കായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ അല്ലെ, സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ സമയത്ത് ചാനല് മറ്റേ ആഡ്സൻസ് അക്കൗണ്ട് നമ്മൾ ബ്ലോക്കായി. ഞങ്ങളെല്ലാം ഇങ്ങനെ ഷാറ്റേഡ് ആയിരുന്നു പറഞ്ഞാല്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയത്തുള്ള വീഡിയോസിൽ കുറച്ച് പ്രശ്നം വന്നു. ഞങ്ങക്ക് അങ്ങനെ ഭയങ്കര സങ്കടമായി പോയി. കാരണം അത്രയും ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ നോക്കിയിട്ട് അല്ലേ. ഇവിടെ അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലി വരെ കഴിപ്പിക്കലുണ്ട്. അങ്ങനെ കുറെ ഞങ്ങൾ മെയിൽ അയച്ചു. അതിന് മെയിൻലി ഞങ്ങൾ ഹെൽപ്പ് ചെയ്തത് വൈത്തേട്ടനാട്ടോ, എന്റെ ഹസ്ബൻഡാണ്. നന്നായിട്ട് ഞങ്ങൾ ഓരോ മെയില് വൈത്തേട്ടനാണ് അത് ഫുൾ കാര്യം ചെയ്തത്. മറ്റേ ആഡ്സൻസിന് മെയിൽ അയക്കുന്നു, ഗൂഗിളിന് മെയിൽ അയക്കുന്നു. കാരണം എന്റെ കയ്യിൽ നിന്ന് ആ സാധനം പോയി. എനിക്ക് ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അങ്ങനെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വൈത്തേട്ടൻ കുറെ ഹെൽപ്പ് ചെയ്ത് അവർ അവസാനം പിൻ മെയിലായി സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ അത് സെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
അതിനുശേഷം മാത്രമേ നമുക്ക് ഇനി മോണിറ്റൈസേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഒന്നും വരൂല ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ നമ്മളിപ്പോ വെയിറ്റ് ചെയ്യുന്ന മറ്റേ ID വെരിഫിക്കേഷൻ അത് വന്നിട്ടില്ല ഇതുവരെ. പോസ്റ്റ് വഴി ഉടനെ വരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ ഈ വീഡിയോ ചെയ്യുമ്പോല്ലേ ഈ ID വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അത് വായിച്ചു നോക്കിയിട്ട് നമ്മളെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കറക്റ്റ് ആയിട്ട് എന്താണ് അതിന്റെ കാര്യങ്ങൾ നല്ല നോക്കി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഞാൻ ഇതിനെപ്പറ്റി എന്താ പറയുന്ന വെച്ചാൽ, ഞാൻ ഇത് സംഭവിച്ചപ്പോ യൂട്യൂബിൽ നോക്കി ഇതിന്റെ റീസൺ എന്താന്ന്, അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഹിന്ദിക്കാരെ കുറെ വീഡിയോ ഉണ്ടായിരുന്നു, അവർക്ക് പൈസ അയച്ചു കൊടുത്ത് അവര് ചെയ്തിരുന്നു. പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ആണ്, നമുക്ക് ബെനിഫിറ്റ് ആവുമെന്നൊന്നും നമുക്ക് അറിയില്ല. ഞാൻ മലയാളത്തിൽ ഒറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിപ്പോ ആഗ്രഹിച്ചു ഈശ്വര ഒരാളെങ്കിലും പറഞ്ഞുതരാനുണ്ടായിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ കറക്റ്റ് ആ സാധനം വായിച്ചു നോക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് പറ്റിയ പോലെ നിങ്ങൾക്ക് ആർക്കും പറ്റരുത് ചെയ്യുന്നവര്. അങ്ങനെ ഇപ്പൊ നമ്മൾ യൂട്യൂബ് ജേർണി 6 months 6 മാസം എത്തി നിൽക്കുന്നു. ഞങ്ങൾക്ക് ഈ 5th 6 മാസം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അപ്പോ എന്താണ് മോണിറ്റൈസേഷൻ പ്രോസസ്സ്, നമ്മള് വാച്ച് അവർ നമ്മൾ എന്താ പറയാ ഫസ്റ്റ് കുറച്ച് ലോങ് വീഡിയോസ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിരുന്നു. അപ്പൊ നമുക്കൊരു 2000 അടുത്ത് എത്തിയതേ ഉള്ളൂ വാച്ചേഴ്സ്. 4000 ആവണേ. ഇനി ഒരു 6 months ബാക്കിയുണ്ട്. അപ്പൊ 6 monthsൽ ഇനി ഇപ്പൊ 2000 ആവുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അതിനുള്ള തത്രപ്പാടിലാണ്. അതെ, ലോങ് വീഡിയോസ് എല്ലാരും ഇന്ന് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോ ചെറിയൊരു ചിറ്റ്ചാറ്റ് വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ 6 months ആയി എന്നുള്ള ഒരു സന്തോഷം. പിന്നെ കൊറേ സന്തോഷം നമുക്ക് നമ്മള് ന്യൂസിൽ ന്യൂസിൽ വന്നു, ഞാൻ പറയാൻ മറന്നുപോയി. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ നമ്മൾ ഇൻസ്റ്റയിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെളിയിൽ പോകുമ്പോ ആൾക്കാർ പറഞ്ഞു ന്യൂസിൽ വന്നു. അതെ, കുറെ ആളത് പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിൽ. ആദ്യം ഞാൻ ഫസ്റ്റ് ഓഫീസിൽ പോയപ്പോ ഇങ്ങനെ എല്ലാരും പറഞ്ഞു സെലിബ്രിറ്റീനെ ഒന്ന് തൊട്ടോട്ടെ, ഓട്ടോഗ്രാഫ് തരുമോ. ഞാൻ ഇവയ്ക്ക് എപ്പോഴും ഓഫീസിൽ എല്ലാരും എന്നെ വാരലുണ്ട് യൂട്യൂബ് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു ഇങ്ങനെ വീഡിയോ, എന്താണ് ഏഷ്യാനെറ്റിൽ വന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് ഫസ്റ്റ് റിസർച്ചിനെ വിളിച്ചേ, ഞാനൊന്ന് അവിടെ ഇരുന്ന് കേട്ടപ്പോ അതിനുശേഷമാണ് ഞാൻ നോക്കിയത്. നീ ഒന്നും പറയല്ല, ഞാൻ ഒരു 5 minute ഇരിക്കട്ടെ. പിന്നെ അമ്മയോട് പറഞ്ഞു. പിന്നെ എന്റെ അമ്മയടുത്ത് പറഞ്ഞു. അമ്മ ഗ്രൂപ്പിലിട്ടു, അമ്മയുടെ ഫ്രണ്ട്സ് സ്റ്റാറ്റസ് ഇടുന്നു, വീട്ടുകാർ സ്റ്റാറ്റസ് ഇടുന്നു, നാട്ടുകാർ സ്റ്റാറ്റസ് ഇടുന്നു. എല്ലാവർക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത്. പിന്നെ എനിക്ക് മറ്റേ ഉണ്ണികൃഷ്ണൻ, ഫിലിം ആക്ടർ ഉണ്ണികൃഷ്ണൻ നമ്മളെ വീഡിയോസിന് 2ാമത്തെ പ്രാവശ്യമാണ് ലൈക്ക് ഇടുന്നത്. പിന്നെ അർജുൻ അശോകൻ 2-3 നമുക്ക് നമ്മളെ 2-3 വീഡിയോസിന് അവരൊക്കെ ലൈക്ക് ചെയ്ത് അങ്ങനെ കുറെ നല്ല നല്ല സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. അർജുൻ അശോകൻ ലൈക്ക് യുവർ വീഡിയോ റീൽ എന്ന് പറയുന്നത് സന്തോഷം. എല്ലാത്തിനും കമന്റ് ഇടുന്ന എല്ലാവരും, അതെ എല്ലാരും നമുക്ക് ഇതിൽ കുറെ ആൾക്കാരെ നല്ല ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതെ നല്ല സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി പോലുള്ള കുറെ ആൾക്കാരുണ്ട്. നമ്മള് ഒരു ദിവസം അവരെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇടങ്ങാറാണ് ഈ പറയുന്ന സമയത്ത്. അതെ, കമന്റ് അമ്മ എന്ന് വെച്ചാൽ ഈ കമന്റ് എല്ലാം കറക്റ്റ് ആയി അമ്മ ചെക്ക് ചെയ്യും. ഞങ്ങളെക്കാളും അമ്മയെ ചെക്ക് ചെയ്യും. അപ്പൊ അമ്മ പറയും ഇന്ന് ഇവൻ ഇട്ടിട്ട, ആ കുട്ടി ഇട്ടിട്ട്, ഈ കുട്ടി ഇട്ടിട്ട. അത് നമുക്ക് കുറെ നല്ല നമ്മളെ പറ്റി. ഞാൻ ഇങ്ങനെ യൂട്യൂബില് പണ്ട് ആൾക്കാർ വീഡിയോ ഇടുമ്പോ ഞാൻ വരും ഇങ്ങനെയെല്ലാം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യൂ. ഇപ്പൊ നമ്മൾ ഇട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പോ ഞങ്ങൾ ആ ഒരു ഗുഡ് ന്യൂസും പിന്നെന്താ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് പറയാനുള്ള ഒരു ചെറിയൊരു ചാറ്റ് വീഡിയോ ആണിത്. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത 6 മാസമായി നമ്മൾ ചാനൽ തുടങ്ങി. ഇനി ഒരു 6 മാസം കൂടിയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇനി 2000 വാച്ച് അവർ ഇനിയും ആവണം. അപ്പൊ നിങ്ങൾ കണ്ടാലേ അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രയത്നിച്ചതെല്ലാം വെറുതെ ആയാലും മോശമായാലും നിങ്ങൾ കാണണം. അതെ, എന്തായാലും മോശം ഉണ്ടാവില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കണ്ടതുകൊണ്ടൊന്നുമില്ല. ഒരു 15,000 സംസ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 15,000 പേര് കണ്ടാൽ തന്നെ വാച്ച് അവർ ഇപ്പോ 4000 കടക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു 1000-ലാണ് എപ്പോഴും അധികം വ്യൂസ് ഉള്ളത്. ലോങ് വീഡിയോസിന് 1000 ആണ് ആവറേജ്. അപ്പോ എല്ലാരും ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, ഞങ്ങളോട് ഇത്രയും കാലം സ്നേഹവും ഇത് സപ്പോർട്ട് കാണിച്ച എല്ലാവർക്കും നമ്മളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹവും സന്തോഷവും ഉണ്ട് ഇത് കാണുന്നവരോടെല്ലാം.
ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.